മൻസനമും തലൈ നിമിരും മുൻ പറയെങ്കിലും അറിയു പറയൂ പോരിട് മൊത്തം മാറിട പാലട് പഞ്ചം സീവിട യാരണ അണ്ടം കൂരിട ആയിരം വെങ്കൈരാമന പോരിട് മൊത്തം മാറിട പാലട് പഞ്ചം സീവിട യാരണ അണ്ടം കൂരി വെൽക്കം ടു ചെങ്സ്റ്റോക്ക്. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് തങ്കലാൻ മൂവിയിലെ ആ ഒരു വാർഡ് സോങ് ആണ്. ലൈക്ക് ഐ ഫീൽ ഇതിന് മുന്നേയും കുറെ സോങ്സ് ഇറങ്ങിയിട്ടുണ്ട് ഫ്രം തങ്കലാൻ മൂവി, പക്ഷേ വി ഹാവിൻ റിയാക്റ്റഡ് അല്ലെങ്കിൽ വി ഹാവിൻ വാച്ച്ഡ് ഈവൻ. അതാണ് somehow will be missing അത് എന്തോ ഒരു സംഭവമാണ്. we will not be able to do that. അപ്പൊ അതുകൊണ്ട് തന്നെ so this time like ഈ ഒരു വാർ സോങ് ലൈക്ക് we thought of reacting. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തങ്കലാൻ മൂവിയുടെ വൈബ് എന്ന് പറയുന്നത് when you watching from the first single, first glimpse itself, everything ആ ഒരു ഡിഫറൻസ് ഉണ്ട് എല്ലാത്തിലും. ആ ഒരു ടോട്ടൽ ഒരു ഡിഫറെന്റ് ഒരു വൈബ് തന്നെയാണ് ആ മൂവിയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ആൻഡ് ഓൾസോ ലൈക്ക് ആ മൂവിയിൽ സർപ്രൈസിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഒബ്വിയസ്ലി ചിയാൻ വിക്രം, അതുകൂടാണ്ട് പാർവതി തിരുവോത്ത്, മാലവിക, റൈറ്റ്, അങ്ങനെ കുറേ അധികം ക്യാരക്ടേഴ്സ് ആ ഒരു മൂവിയിലുണ്ട്. ഈവൻ ഫ്രം അവർ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഉണ്ട് ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി ഒരു ഡിഫറെന്റ് ആയിരിക്കും കാണാനായിട്ടും അല്ലെ. ജയപ്രകാശിന്റെ മ്യൂസിക്, അറിവ് സിംഗറും കൂടിയാണ് പാട്ട് പാടിയിരിക്കുന്നത്. നമ്മള് ഇത് ഒരു പാട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ അടുത്തൊരു കേട്ടർ പാട്ടിനകത്ത് അറിവ് സിംഗർ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ഹൈ എൻഡ് റാപ്പ് പോലത്തെ സാധനങ്ങളൊക്കെ പാടാൻ പറ്റുന്ന ആളാണ്. നമ്മൾ കണ്ട പക്ഷെ ഓർക്കുന്നില്ല ആക്ച്വലി വിച്ച് ദാറ്റ്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് കാണാം, അതുകൊണ്ട് നമുക്ക് കാണാം. തുടങ്ങാം. റെഡി? This one we have heard in the trailer last. This one. நம் தருணம் அது விரையும் மன்சனமும் தலை நிமிரும் முன் பறையெங்கிலும் அறையும் வருணம் வலுவுடையும் நம் தருணம் அது விரையும் மன்சனமும் தலை நிமிரும் முன் பறையெங்கிலும் அறையும் வரையும் போரிடு மொத்தம் மாறிட பாலடு வஞ்சம் சீவிட யாரண அண்டம் கூறிட ஆயிரம் வெங்கை ராமன போரிடு மொத்தம் மாறிட பாலடு வஞ்சம் சீவிட யாரண அண்டம் கூறிட ஆயிரம் வெங்கை ராமன തങ്കലാനെ വെല്ലവാവാ ആദിയോനെ വാനെ തങ്കലാനെ വെല്ലവാവാ ആദിയോനെ വാനെ തങ്കലാനെ വെല്ലവാവാ ആദിയോനെ എരികനലിരു വിഴി അരമത് വഴി നെറി இசையட்டும் தக 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 இசை கொட்டும் பரபர பர ஒசரட்டும் பரபரவர் கைதட்டும் கருமேகம் டம் டம் தரடம் டம் தரடம் டம் தரடம் டம் டம் தரடம் டம் தரடம் டம் தரடம். Oh, lyrics is അറിവുണ്ട്. അരെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് എവിടെ? Like AR Rahman sir. What song? Oof, it's complete war. Perfectly
ആ ഒരു പേര് പോലെ തന്നെ ആ ഒരു വാർ സോങ്. കാരണം എന്ന് വെച്ചാൽ വാട്ട് ഐ ലൈക്ക് ഇൻ ദിസ് മൂവി ഇസ് ലൈക്ക് ആ ഒരു ക്യാരക്ടറിനെ ചിയാൻ വിക്രം പോർട്രേ ചെയ്തിരിക്കുന്നത് ആ ഒരു ശരിക്കും വി ആർ ഫീലിംഗ് ലൈക്ക് വാച്ചിങ് ദ റിയൽ പേഴ്സൺ, റൈറ്റ്? ആ റിയൽ അങ്ങനെയൊക്കെ ഒക്കെ ആളുകളുണ്ടോ? ഈസ് ലൈക്ക് പോർട്രേറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് വെരി ആ ഒരു റിയലിസ്റ്റിക് ഫീല് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. someone who have lived in the olden era. I feel it is they existed. ആ ഒരു സാധനം, ആ ഒരു ഫീൽ ഉണ്ട്, അവർ എക്സിസ്റ്റഡ് ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം വെൻ വി റിയാക്ടഡ് ഐ തിങ്ക് ലോങ് ബാക്ക്, ആ സമയത്ത് നമുക്കൊരു സ്റ്റോറി ഒക്കെ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അവിടെ ആ ഒരു വെൻ ദേ വിൽ ബി ഹിസ് ബോഡി വിൽ ബി ഫുൾ ഷൈനിങ്, ആ ഒരു ഗോൾഡിൽ ഷൈൻ ആവുന്നത് അത് രസാട്ടോ കാണാനായിട്ട്. ദാറ്റ്സ് ഗോയിങ് ടു ബി വെരി വിഷ്വൽ എക്സ്പീരിയൻസ് എസ്പെഷ്യലി ഇൻ തിയേറ്റേഴ്സ്. നമ്മൾ കാണുമ്പോൾ ആ ഒരു ഭയങ്കര ഗോൾഡ് ഫീൽ. ആൻഡ് ഓൾസോ ലൈക്ക് ആരാ പാടിയിരിക്കുന്നത്? Arivu and Jeev Prakash. Both. Tangalane, that area is Jeev Prakash, I think. That is having the soul. That is soul, and later on that war feel കിട്ടുന്നത് അറിവിന്റെ ആ ഒരു ഏരിയ വരുമ്പോഴാണ്. സ്പീഡിൽ കുറച്ച് ഫാസ്റ്റ് ആവുന്നില്ലേ? They are feeling like superbly. And ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിനൊരു ഇൻസ്ട്രുമെന്റ് ഏരിയാസ് കൊടുത്തത് ഭയങ്കര ഹൈ എൻഡ് ബീറ്റ് ആണ്. There we are getting that AR Rahman touch also little bit, no? ആ ഒരു എൻഡിലോട്ടൊക്കെ വരുന്ന സമയത്ത് സൂപ്പർബ്ലി ആക്ച്വലി ആ ഒരു ടച്ച്, പ്രത്യേകിച്ച് ആ ഒരു രണ്ടുപേര് പാടുന്നോണ്ടായിരിക്കാം. കാരണം റഹ്മാൻസിന്റെ പാട്ടിലെന്ന് പറയുന്നത് കാരണം അങ്ങനെ ഉണ്ടാവുമല്ലോ, കാരണം ഒന്ന് രണ്ടുപേരൊക്കെ ഒരുമിച്ച് പാടുന്നതും കോറസ് ഒക്കെ ഉണ്ടാവും. സോ അതുകൊണ്ട് സംവേ വി ഗോട്ട് ദാറ്റ് വൈബ്, നമ്മളെപ്പോഴോ കേട്ടിട്ടുള്ള ഒരു വൈബ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ഐ ഫീൽ ദി സോങ് ഇസ് ഗോയിങ് ടു ബി വെരി ഇമ്പാക്ട്ഫുൾ എസ്പെഷ്യലി ഇൻ ദ മൂവി. അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഒരു വൈബും ഒരു സോളൊക്കെ ഉണ്ട് അതിനകത്ത്, ഭയങ്കര എന്തൊക്കെയോ ഒരു സോൾ ആവുന്നുണ്ട്. ഒരു തങ്കലാനെ ലൈൻ ഓൺലി വി ഹാവ് ഹേർഡ് ഇൻ ദ ട്രെയിലർ ലാസ്റ്റ്. ചിലപ്പോ അതായിരിക്കും അന്ന് കേട്ടപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിട്ട്. അതായിരിക്കും, കാരണം കുറച്ച് ദിവസമായില്ല റിയാക്ട് ചെയ്താൽ മറന്നു കേൾപ്പോ സംഭവം. പക്ഷെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് മൂവി ഈസ് ഗോയിങ് ടു ക്ലിക്ക് ലൈക്ക് എനിത്തിങ്. കാരണം എസ്പെഷ്യലി ഈ ഒരു ടൈപ്പ് ഓഫ് ജോണർ എന്ന് പറയുന്നതും ഒരു ഡിഫറെന്റ്, ഒരു റിയലിസ്റ്റിക്കിൽ നിന്ന് ടോട്ടലായിട്ട് മാറിയിട്ട് നമ്മൾ കാണുമ്പോൾ അങ്ങനെയുള്ള മൂവീസ് ഒക്കെ കുറച്ചും കൂടി ഇമ്പാക്ട് ആണ്. ഇറ്റ്സ് ലൈക്ക് കമേഴ്ഷ്യൽ പ്ലസ് റിയലിസ്റ്റിക് ബോത്ത്, ബിക്കോസ് പെർഫോമൻസും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ഉണ്ടാവും. കാരണം നോട്ട് ഓൺലി ദ വിഷ്വൽസ്, പെർഫോമൻസ് ഷുവർലി, ബിക്കോസ് പാരഞ്ജിത്ത് മൂവി. അതുകൊണ്ട് തന്നെ ആക്ടേഴ്സിന് ഭയങ്കരമായിട്ടുള്ള സ്പേസ് ഉണ്ടാവും. അതുകൊണ്ടാണ് പാർവതി തിരുവോത്തും മാളവിക മോഹനും ഉള്ളത്. So that they can perform well. Can't even recognize Chiyan Vikram. There's no mannerism of his. Everything is different. And at least some other movies and all, well, he will be coming in different attire. Namak at least we can understand, okay, it's Chiyan Vikram. She is not the... And that too, yesterday only I have seen one ad in Malayalam, something like that. He is coming in a complete stylish, dashing look. He's very handsome. That look only is there in my mind. Actually, he's very young. After seeing this, now that I am having a confession, this is both is a different person. Our feel ആണ് കിട്ടുന്നത്. At this age also, like, he is very handsome. He's very young. He can like ആ ഒരു അന്യനിലെ റെമോ ലുക്ക് ആണ് ഇപ്പൊ ശരിക്കും. അപ്പൊ എന്തായാലും ലൈക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നല്ലൊരു സംഭവം ആയിരിക്കും എന്നുള്ളത്. ആൻഡ് ഓൾസോ ലൈക്ക് ഇതിലെ മറ്റു 2 സോങ്സ് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒന്ന് പറയാം. വിൽ ഡു ഇറ്റ്. അപ്പൊ എന്തായാലും വിൽ സീ അനദർ വീഡിയോ.